സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലിൽ എല്ലാത്തിനും ഉപരിയാണ് താനെന്ന് ഭാവിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും യു.ഡി.എഫിനും വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എല്ലാത്തിനോടും എതിർപ്പ് പ്രകടിപ്പിച്ച് എല്ലാത്തിനും ഉപരിയാണ് താനെന്ന് ഭാവിക്കുന്നതാണ് സതീശനെന്ന് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡുള്ള സമീപനവും സംസാരവും സതീശനിൽ നിന്ന് കാണുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ലീഗും കേരള കോൺഗ്രസും ഒപ്പമുള്ളിടത്തോളം കാലം UDF-നൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. UDF-നെ നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി സംസാരിച്ചത്. ആഗോള അയ്യപ്പ സംഗമം ഒരു അത്ഭുതമായി മാറുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. അയ്യപ്പന്റെ ശക്തി രാജ്യത്ത് എല്ലായിടത്തുമുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരെ സംഘടിപ്പിച്ച് ഒരു വലിയ സംഗമം നടത്തുക എന്നത് വലിയൊരു അത്ഭുതമാണ്. ശബരിമലയുടെ പ്രസക്തി ലോകത്തിന്റെ നെറുകയിലെത്താൻ പോവുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശബരിമല വികസനത്തിലൂടെ സംസ്ഥാനത്തും രാജ്യത്തും വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാനാകും. അതിന് എല്ലാവരും സഹകരിക്കുന്നതിന് പകരം പുറംതിരിഞ്ഞു നിൽക്കുന്നത് ചരിത്രത്തിലെ അപഹാസ്യ കഥാപാത്രങ്ങളായി മാറും. തെരഞ്ഞെടുപ്പും ഇതുമായി യാതൊരു ബന്ധവുമില്ല. അത്തരം ആരോപണങ്ങൾ ബാലിശമാണ്. സ്ത്രീ പ്രവേശനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നിട്ടും പിണറായി സർക്കാർ 99 സീറ്റോടെ വീണ്ടും അധികാരത്തിൽ വന്നില്ലേ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം, മെറിറ്റ് നോക്കിയിട്ട് പിൻവലിച്ചാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNDP-യും NSS-ഉം തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും അവരെ ബോധ്യപ്പെടുത്തുന്നുള്ള ഹിന്ദു ഐക്യവേദിയുടെ പ്രസ്താവനയോടും അദ്ദേഹം പ്രതികരിച്ചു. ഹിന്ദു ഐക്യവേദി ബോധ്യപ്പെടുത്താൻ വന്നാൽ അവരെ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാനും ബോധ്യപ്പെടുത്താം. ഹിന്ദു ഐക്യവേദിക്ക് എല്ലാ ഹിന്ദുക്കളുടെയും കുത്തകാവകാശമില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു.